നമ്മളൊരു കാര്യം നേടണമെന്ന് നമ്മൾ ഉറപ്പായ തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുന്ന മിസ്റ്റർ പോലോ ചേട്ടൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയൊരു ഡേ ഉണ്ടായിരുന്നു. എനിക്കൊരു ക്ലയൻറ്റ് വന്ന് ഓണം ക്യാമ്പയിൻ ചെയ്യാൻ. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രൊജക്റ്റായിരുന്നു. ടീമിനോട് പറഞ്ഞപ്പം അവരും ഡബിൾ ഇൻട്രസ്റ്റഡ്. സോ പെട്ടെന്ന് തന്നെ തീമെല്ലാം സെറ്റാക്കി ക്ലയൻറ്റിന് ക്യാമ്പയിൻ പിച്ചാക്കി. ക്ലയൻറ്റും ഡബിൾ ഓക്കെ. പക്ഷേ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പ്രശ്നം. അങ്ങനെ ഒന്നുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി, ഷൂട്ട് ഓക്കെ ആക്കി. അപ്പോൾ അത് അടുത്ത പ്രശ്നം, ഞങ്ങളെ ബഡ്ജറ്റിനുള്ള മോഡൽസിനെ കിട്ടാനില്ല. പിന്നെ എല്ലാവരും അവരെ കോൺടാക്ട്സ് ഒക്കെ ഉപയോഗിച്ച് മോഡൽസിനെ സെറ്റാക്കി. ഞാൻ എൻ്റെ സ്വന്തം മോനെ തന്നെ മോഡലാക്കി. അപ്പോൾ അടുത്ത പ്രശ്നം, ലാസ്റ്റ് മിനിറ്റിൽ ഷൂട്ട് ഡേൻ്റെ അന്ന് ഫീമെയിൽ മോഡൽ പറ്റിച്ചു. അങ്ങനെ അതും ഞങ്ങൾ എങ്ങനെയൊക്കെ ഒരുവിധം സോൾവ് ആക്കി ഒരു പുതിയ ഫീമെയിൽ മോഡലിനെ കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മോള് അമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മഴ പെയ്തു. പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിൻ്റെ ഇടയിൽ പാമ്പിനെ കണ്ട് മോഡൽസ് ഓടി. അങ്ങനെ എങ്ങനെയൊക്കെ ഓടിയും ചാടിയും കിടന്നു ഇരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മന്ത് കോണ്ടൻറ്റ് ഷൂട്ടാക്കി. അന്ന് ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നി. ഇനിയും അടിപൊളിയാക്കാമായിരുന്നു. പോലോ ചേട്ടൻ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം കൂടെ നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആ ഷൂട്ട് നടത്തിയാൽ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾക്ക് ആ ക്ലയൻറ്റിന് സോഷ്യൽ മീഡിയ മാത്രമായിട്ട് 2 ലക്ഷത്തിൻ്റെ മേലെ സെയിൽ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് എൻ്റെ ഒരു ഷൂട്ട് ആദ്യമായി ഒരു മാഗസിനിൽ വന്ന് കണ്ടു. ആൻഡ് അതിലെൻ്റെ മോനും കൂടി ഉണ്ടായപ്പോൾ ഡബിൾ ഹാപ്പി. പോലോ ചേട്ടൻ പറഞ്ഞ പോലെ വേൾഡ് നമ്മളെ കൂടെ നിന്നില്ല എന്ന് തോന്നുമ്പോൾ ആലോചിക്കുക, ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ അന്നിട്ട് എഫേർട്ടിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കുറേ ഹാപ്പിനെസ്സായി ഈ പ്രപഞ്ചം വരുമെന്ന്.